തൃശ്ശൂരിൽ വന്നാൽ കുറച്ച് സമയം റിലാക്സ് ആയിട്ട് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു അടിപൊളി സ്പോട്ടുണ്ട്, വഞ്ചിക്കുളം പാർക്ക്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്നത്. പൂത്തോള് ഭാഗത്താണ് ഈ ഒരു പാർക്ക് വരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് കുറച്ച് സമയം ചെലവഴിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് ഈ പാർക്ക്. ഇപ്പോൾ പാർക്കിൻ്റെ ഉള്ളിൽ കിടന്നാൽ ഇത് അങ്ങനെയാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണ്. ഇവിടെ ആൾക്കാരൊക്കെ കുറച്ച് കാണാം. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈമാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് ഇവിടെ കാണാം. പവലിയൻ, ഓപ്പൺ ആംഫി, ഓപ്പൺ ജിം, ബോട്ട് ഡെക്ക്, റെസ്റ്റോറൻറ്റ്, ടോയ്ലറ്റ് സൗകര്യം ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പവലിയനിൽ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളൊക്കെ കാണാം. പിന്നെ സന്ധ്യ കഴിഞ്ഞൊരു രാത്രിയോട് എടുക്കുമ്പോൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നൈറ്റിൽ ഇവിടെ. അപ്പോൾ അതിനുള്ള ലൈറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. ചെറിയൊരു ഓപ്പൺ ആംഫിയാണ് ഈ കാണുന്നത്. ഇതിലും ഈവനിങ്ങിനുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഒരു എസ്തറ്റിക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ, നല്ലൊരു ട്രഡീഷണൽ ഫീൽ തോന്നിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇത്തരത്തിൽ ചാരുപടി പോലത്തെ നിരവധി സിറ്റിംഗ് പോയിന്റുകൾ ഇവിടെ കാണാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളും ആ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇതിന്റെ മേലെ കയറി നിന്നാൽ ഇവിടുത്തെ ഫുള്ളായിട്ടുള്ള ഒരു പാനോരമിക് വ്യൂ കിട്ടും. ഈ ടവറിന്റെ മേൽക്കൂരയിലും ഇതേപോലെ ഓലക്ക മടഞ്ഞ് ഒരു ട്രഡീഷണൽ ടച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് ട്രഡീഷണൽ പനോരമിക് വ്യൂ ഈ വാച്ച് ടവറിന്റെ മേലെ നിന്ന് കിട്ടും. ഈ ടവറിൻ്റെ താഴെ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിൻ്റെ ചുമരുകളിലായിട്ട് ക്ലാസിക്കൽ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളെല്ലാം കാണാം. കേരള ലളിതകല അക്കാദമിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. കഴിഞ്ഞ വർഷം 2023 ഈ പെയിൻറ്റിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഏരിയയും അതേപോലെ ഓപ്പൺ ജിം ഫെസിലിറ്റിയും ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വലതുഭാഗത്തായിട്ട് മുളയുടെ ചീള് കൊണ്ടുണ്ടാക്കിയ വേസ്റ്റ് ബോക്സ് കാണാം. അങ്ങിങ്ങായിട്ട് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബോക്സുകൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു പഴമയുടെ ഒരു ഫീല് കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ ഓപ്പൺ ആംഫിയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലായിടത്തും ആ ഒരു നീറ്റ്നെസ് ഇവിടെ കാണാൻ സാധിക്കും. വളരെ പിന്നെ ഇവിടെ ബോട്ടിംഗ് അല്ലാണ്ട് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈം പാസ് ആയിരിക്കും. ഇവിടെയും ഇടതുവശത്തെ ചുമരിൽ പെയിൻറ്റിങ്ങുകളെല്ലാം കാണാം. ഇനി നേരെ കാണുന്നത് ഓപ്പൺ ജിം ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്രെയിംസ് എല്ലാം ഇവിടെ നിന്ന് കിട്ടും. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ചില കോർണറുകൾ, ഏരിയകളൊക്കെ ഈ ഒരു പാർക്കിനകത്തായിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിലും റോഡ് സൈഡിൻ്റെ ഏരിയ ആണെങ്കിലും ഇതൊരു ലേക്ക് പോലത്തെ ഒരു ഭാഗമായത് കാരണം ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആണ് ഈ പാർക്കിനകത്ത്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ലേഡീസ് ജെൻസ് ടോയ്ലറ്റ്സ് ആണ്. പിന്നെ ഇവിടെ ആണെങ്കിലും വളരെ കുറച്ചുള്ള ആ ഒരു സ്ഥലത്തിന് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഒരു പഴമ തോന്നിക്കുന്ന, ഒരു അസ്തറ്റിക് ഫീൽ തോന്നിക്കുന്ന വിധത്തിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആവുന്നതോടുകൂടി ഫാമിലീസ് എല്ലാം വന്ന് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാമെന്നാണെങ്കിൽ നമ്മൾ നേരത്തെ ആ വന്ന ഭാഗത്ത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെയായിട്ട് റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂർ വഞ്ചിക്കുളം പാർക്കിലെ കാഴ്ചകൾ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.